ഗൈസ് ഹോൺ അടിക്കുന്ന സമയത്ത് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ ഹോൺ അടിക്കാറുണ്ട് അല്ലെ, അപ്പൊ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഇംഗ്ലീഷിൽ ഹോങ്കിങ്, ഹോൺ അടിക്കുന്നതിനെ ഹോങ്കിങ് എന്നാ പറയാ. ഓക്കെ, ഇപ്പൊ പല ആളുകളും പറയാറ് ഇപ്പൊ ഹോൺ അടിക്കൽ എന്ന് പറയുമ്പോൾ ഡോൺ ഹോൺ എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഡോൺ ഹോങ്ക് എന്ന് പറയാം. ഡോൺ ഹോങ്ക്, ഡോൺ ഹോൺ അല്ല, ഡോൺ ഹോങ്ക്. ഓക്കെ, ഇപ്പൊ ആവശ്യമില്ലാതെ ഹോൺ അടിക്കലടാന്ന് പറയില്ലേ, ഡോൺ ഹോങ്ക് അൺനെസസറിലി എന്ന് പറയും. ഇപ്പൊ ഹോൺ അടിക്കുന്നത് നിർത്ത് എന്ന് പറയുന്നത് എങ്ങനെ? സ്റ്റോപ്പ് ഹോങ്കിങ് എന്ന് പറയാം. സ്റ്റോപ്പ് ഹോങ്കിങ്. ഓക്കെ, അപ്പോ ഹോൺ അടിക്കുന്നതിന് ഹോങ്കിങ് എന്നാണ് പറയാ. മനസ്സിലായോ? അതേപോലെ ആരാ ഹോൺ അടിച്ചതെന്ന് എങ്ങനെ പറയാം? നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ആരാണ് ഹോൺ അടിച്ചത്? ആര് ഹു. ഹോൺ അടിച്ചു എന്ന്, അത് പാസ്റ്റ് ആവുമ്പോ എങ്ങനെയാ? ഹോങ്ഡ് എന്ന് പറയാം. ഓക്കെ, ഒരു ഇ ഡി ചേർക്കുക. ഹു ഹോങ്ഡ്. ആരാണ് ഹോൺ അടിച്ചത്? ഹു ഹോങ്ഡ്. അപ്പൊ ആരോ ഹോൺ അടിച്ചു എന്ന് എങ്ങനെ പറയാം? സംവൺ അല്ലെങ്കിൽ സംബഡി ഹോങ്ഡ് എന്ന് പറയും. ഓക്കെ, സംബഡി ഹോങ്ഡ്. മനസ്സിലായോ? അതുപോലെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്കിലാണ്. ആരോ ഹോൺ അടിക്കുന്നുണ്ട്, അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? സിമ്പിൾ ആണ്. ഇവിടെ കോമെന്റ് ചെയ്യാം. ഇനി ഇതൊരു പുതിയ അറിവാണെങ്കിൽ എന്തായാലും ഞങ്ങളൊന്ന് അറിയിക്കണം. അത് നിങ്ങൾ ഇവിടെ കോമെന്റിൽ അറിയിക്കാം. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്തോ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും 2 വീഡിയോ നമ്മൾ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിലും വളരെ ഫണ്ണായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്, വളരെ ചെറിയ ഫീ ആണ്. ഇപ്പൊ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ പോവാ, ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. താങ്ക്